കേട്ടോ ഗൈസ്. ഈ ഗെയിം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇത് എന്തായിരുന്നു, ഓരോ ചീക്കോഡ്സ് പറഞ്ഞു തരാമെന്ന്. ചീക്കോഡ്സ് AG ഫൺ ഗെയിമിൻ്റെ കയ്യിലും ഉണ്ട്, പിന്നെ KL ബോയിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഓർക്കാണ് ഉള്ളത്, ഓരോ കയ്യിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ഓരോ കയ്യിൽ നോക്കണം കേട്ടോ. ചിലർ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവും. ദിൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറും ഉണ്ട്, അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ സോളാർ വിന്നറും പിന്നെ സോറി കേട്ടോ അറിയാണ്ട് ഔട്ടായിപ്പോയി ഗെയിമിൽ നിന്ന്. സോളാർ വിന്നറും പിന്നെ ഗെയിം തെറാപ്പിസ്റ്റും PGM-ഉം പിന്നെ AG ഫൺ ഗെയിമിംഗ് ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അവർക്ക് വേണ്ടി ഒരു ലൈക്കൊക്കെ അടിച്ചു കൊടുക്ക്. ഗെയിം തെറാപ്പീസിൻ്റെ ഒക്കെ ഭയങ്കര രസമുണ്ട് ഗൈസ്. നമുക്ക് ഈ ഗെയിമിൽ വണ്ടി കടിച്ചു മാറ്റാൻ കഴിയും. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഞാൻ കംപ്ലൈൻറ്റ് നടക്കാൻ പോയത് ഇന്നലെ. എൻ്റെ ലംബോർഗിനി എൻ്റെ ഇത് ഞാൻ ഇന്നലെ ഒരു ചീക്കോട് അടിച്ചിട്ട് നമ്മളെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് സ്പോൺ ചെയ്തില്ലായിരുന്നോ, അത് ആരോ അടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാൻ പോവുക. അത് എടുക്കല്ല, അതുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാ. ആരോ ആണ് ഈ നാട്ടിലെ. ഞാൻ ചോദിക്കാൻ പോവാ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു തരുമ്പോഴേക്കും ഇന്നത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഗൈസ് അതിനൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒരു ആപ്പാണത് ഗൈസ്. ആ ആപ്പ് ഇതാ. സോറി, ഞാൻ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇടിയൊക്കെ അടിക്കുക. സോറി ഞാനിവിടെ ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ചീക്കോടൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീക്കോടൊക്കെ അടിക്കാമെന്ന്, ചീക്കോടൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോയിപ്പോയത്. കാരണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതല്ലേ. അപ്പം കുറച്ചും കൂടി നല്ല വീഡിയോ ഒക്കെ ഉണ്ട്. ഇന്നലെ പിന്നെ ഇങ്ങനെ ഷേക്കും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം കുറച്ച് നന്നായില്ല, എനിക്കങ്ങനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ട് ഇന്ന് കുറച്ച് നന്നാക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി സാർ. ശരി നീ ഇല്ലേ, ഇനി നീ നോക്കുമ്പോൾ ഇനി ഇവർ സംസാരിച്ചോ, പക്ഷേ ഇത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്തായാലും നീ ഞങ്ങളോട് സംസാരിക്കാണ്ട് പോവരുത്. ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കും നീ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നതല്ല, നീ കള്ളനായിട്ട് വന്നതാണ്. ഞാൻ കണ്ടു നീ അവിടുന്ന് ഇടിക്കാൻ നോക്കിയതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു കള്ളനാണ്. ഞാനിപ്പോൾ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നീ വന്നത്. അപ്പോൾ ഇനി നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിവരോട് പറയാൻ പോവുകയാണ്, ഈ നാട്ടിലെ റൂളാണ്. ആര് ഈ നാടിന് വീഡിയോ എടുക്കുന്നോ അവരെന്തായാലും ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അതാണ് ഈ നാടിൻ്റെ റൂൾ. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ. ഇവർ പാവങ്ങളല്ലേ. ഇവരോട് ഞാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യൂ. വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, വേറൊരു ആരോൺ ഗെയിംസ് ഓൺ. അതിലെനിക്ക് വ്യൂവേഴ്സൊക്കെ എത്രയാ. അങ്ങനെയായിരുന്നോ? സോറി, ഞാൻ ഇവരോട് അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ടായിരുന്നു. സോറി. ഓക്കെ, അത് കുഴപ്പമില്ല സാർ. എന്നാൽ ശരി, നീ അതിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ. എന്തായിരുന്നു കംപ്ലൈൻറ്റ് ഒന്ന് പറഞ്ഞുതരൂ എന്നോട്. ശരി സാർ, ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഇവരോട് ഇങ്ങനെ ഇവർക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഇല്ല എൻ്റെ കയ്യിൽ മാജിക് ഫോണില്ലേ? ഉണ്ട്. ആ മാജിക് ഫോൺ കൊണ്ട് ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്തു അല്ലേ? ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്ത് അപ്പം ആരോ എൻ്റെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്തുകൊണ്ടുപോയി. അത്രയും വില പിടിച്ച സാധനമോ ഒരാൾ എടുത്തുകൊണ്ടുപോയോ? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നീ പോയിക്കോ. ഇത് കൊടുത്തു, ഇത് ഭയങ്കര അത്യാവശ്യമായി കൊടുക്കണ്ടേ. ശരി സാർ. അയ്യോ ഇടേ മനസ്സിലായി തന്നെ. നീ ആരാന്ന് മനസ്സിലായി. ഇതാരാ
എടുത്തുക. ആ വലിയ ഇത് എന്തായിരുന്നു നമ്മളെ ലംബോർഗിനി ഇല്ലേ, വലിയ അത്രയും കഷ്ടപ്പെടുത്ത ലംബോർഗിനി. ആ ഓക്കെ, അത്രയും കഷ്ടപ്പെട്ട ലംബോർഗിനി. അത് ഇത് നീ ഇവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഇപ്പൊ അതിനടുത്ത് സംസാരിച്ചു. നിന്നോട് ഇപ്പൊ ശരിയായി തരാന്ന്. എടാ എടാ എടാ, നീ എന്താണ് പറയുന്നത് ഇവനോട്? ഇവൻ ഇപ്പം വേറെ ഒരു കംപ്ലൈന്റ് തരാൻ വന്നതാ. അപ്പൊ നീ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? നീ വലിയ കുറ്റമൊക്കെ ചെയ്ത് ഇങ്ങനത്തെ കുറ്റമൊക്കെ ചെയ്യാൻ പാടില്ലടാ. ഈ കുറ്റത്തിന് തന്നെ ഇവൻ പറഞ്ഞ പോലെ ഞാൻ കേട്ടു. ഇവൻ പറഞ്ഞ പോലെ കൊല്ലണം. ഞങ്ങൾ കൊല്ലും തന്നെ, എന്തായാലും നിന്നെ ജയിലിൽ വിടുന്നില്ല. അയ്യോ അയ്യോ സർ, അത് ചെയ്യരുത് സർ, ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ ഇവനോട് അറിയാണ്ട് നിന്നതാ. ഇവൻ വിചാരിച്ചു കഴിഞ്ഞാലില്ലേ ഞങ്ങളിവനെ കൊല്ലാൻ കഴിയും. ഇവന്റെ കയ്യിൽ ആകാശത്ത് ദൂത് ചടങ്ങുണ്ട്. ആ ചടങ്ങ് AG ഫൺ ഗെയിമിന്റെ കയ്യിൽ നിന്ന് ഇവൻ നേടിയതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. അവൻ എന്നെ തോക്ക് വെച്ച് കൊന്നതാ. കൊന്നതല്ല, എന്നെ വീട് വെച്ചിട്ടതാ. ഞങ്ങൾ എത്ര ഹോസ്റ്റലുണ്ട്. അപ്പൊ ഇവനും ഒരു ഗുണ്ടയാണല്ലേ? ആടാ, ഞാനൊരു ഗുണ്ടയാ. ഇവരൊക്കെ വെട്ടി തുണങ്ങണ്ടാക്കൂ. ആണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് പിടിക്കുന്നേ. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. പോടാ അവിടുന്ന്. ഈ പോലീസുകാര് എത്രയാ പോലീസുകാരെ? ഇവര് പാവല്ലേ. കുറെ ദിവസമായി ഞങ്ങൾ ഇങ്ങനെ ഈ ഗെയിം കളിക്കുമ്പോ നോക്കുന്നു. ഇവരെപ്പം നോക്കിയാലും ഇവിടെ എന്താണ്? ശരി, ഞാൻ ഇവരെ നോക്കിക്കോളാം. നീ വന്ന കാര്യം പറയും. ഞാനല്ലേ ഇതിപ്പം നമ്മളെ അത്ര കഷ്ടപ്പാടില്ലെങ്കിൽ എടുക്കേ. പക്ഷെ ഇത് ഭയങ്കര സാധന. ഇത് വലിയ ശക്തിയൊക്കെ ഉള്ള സാധന. അതിനെടുത്തോണ്ടേതാ ലംബോർഗിനി കഷ്ടപ്പെട്ടു. പക്ഷെ ഇത് വലിയ സാധന. കഷ്ടപ്പെട്ടില്ലെങ്കിലും എടുക്കാൻ അത് ഭയങ്കര കഷ്ടപ്പെട്ടു. എന്താണ് ആ സാധനം? ഗോസ്റ്റ് റൈഡർ ബൈക്ക്. ഗോസ്റ്റ് റൈഡർ ബൈക്കോ? അതാരാ തട്ടിക്കൊണ്ടുപോയത്? അതെനിക്കറിയില്ല. ഇവനില്ലേ, അതാരാണെങ്കിലും അയാളെ എടുക്കുള്ളൂ. നിങ്ങൾ എൻ്റെ അടുത്ത് കളിക്കാമെന്ന് ഞാൻ രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ നിങ്ങളോട് അടി കൂടൂല. കാരണം എനിക്ക് ആകാശദൂത് ടെസ്റ്റ് ചെയ്യാൻ കുറെ ചടങ്ങുണ്ട്. അങ്ങനെ വിചാരിച്ച് വന്നാൽ നിങ്ങൾ പിടിക്കാൻ വന്നാൽ ഞാൻ അത് നേരത്തെ ചെയ്യാൻ മടിക്കൂല. അയ്യോ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പം പോയിക്കോ. സാറേ ഞാൻ പോണേ. ശരി, പോയിക്കോ. നീ പോയിക്കോ കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മള് ഇവരെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ ഞാൻ നിങ്ങൾക്ക് മോൾ ബാബ ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഞാൻ മോൾ ബാബ കാണിക്കാൻ വന്ന. കാണിച്ചോ. എന്താ എന്നോട് ആജ്ഞാപിക്കുന്നത്? അയ്യോ സോറി. ഇവരെന്നോട് ആജ്ഞാപിക്കുക. ഞാൻ ആകാശദൂത് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്ത് ഇവരെ കൊന്നാലേ ഇവർ ചത്തു. പിന്നെ വണ്ടിയൊന്നും എടുക്കാനില്ല. ഓടി പോകേണ്ടി വരും. പോലീസുകാരെ ഇതാണ് സെക്കൻഡ് ഫ്ലോർ. മുകളിലോട്ട് പോകുന്നതില്ല. പക്ഷെ മുകളിലത്തെ ഒരു ഫ്ലോർ ഉണ്ട്. അതാണ് തമാശ. അവരൊക്കെ എന്നോട് കളിക്കല്ലേ? ലോങ് ജമ്പ് ചെയ്ത് അവിടേക്കൊന്നും കേട്ടോ. എടാ, മാളത്തിലോട്ട് വരില്ലടാ. എനിക്ക് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാടാ. നീ അറിയാണ്ട് പറഞ്ഞു പോയാലും ഇടിക്കും. ഞാൻ പുറത്തിറങ്ങിയ സാർ ഇവനെ പുറത്തിറക്കണം. ഇവനെ ഇടിച്ചു കൊല്ലണം. അയ്യോ വേണ്ട, ഇവനെ കൊല്ലും ഞാൻ. എന്തായാലും എനിക്ക് കൊല്ലുമ്പോ എനിക്ക് കാണണം അവനെ കൊല്ലുന്നത്. ഞാൻ ഇതിനപ്പോ ഒരു സാധനം കാണിക്കാൻ വന്നിട്ട് ഞാൻ ഇതിനെ ഇത്രയും ദേഷ്യം പിടിക്കുന്നു. അതൊരു കേസ് എടുക്കാൻ വന്നാ. നമ്മളെ ഇത് കിട്ടി. ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഇവരെ വിളിച്ചു പറഞ്ഞ്. അപ്പൊ ഞാൻ കൊണ്ട് ചെന്നതാ. ആരാണ് പോലീസ്? അയാള് ഞാൻ ഇപ്പം വിളിച്ചോണ്ടത്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതില്ലേ, അത് കുറച്ച് ദൂരം പോയാൽ കാണും. ഇവനെപ്പോഴും മുടി കളർ ചെയ്ത ആള് തന്നെയാ. ഇവൻ തന്നെയാണോ? അല്ല, ഇവനെങ്ങോട്ടും പോയില്ല. ശരി.
ആളെ കിട്ടി. ആളെ കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളില്ലേ ഇപ്പം അങ്ങോട്ട് പോവുക, നമ്മളെ വീട്ടിലോട്ട്. അത് എടുത്തിട്ട് ഓനെ കൊല്ലണം. അതല്ല, ഈ പോലീസുകാർ മണ്ടന്മാരാ. എന്നുവെച്ചാൽ ഞാൻ വെടിവെച്ച് കൊന്നാൽ മാത്രമേ ഒരു ഇത് നമുക്ക് ജാമ്യം എടുക്കൂ. ഇത് വണ്ടി വെച്ച് കൊന്നാലൊന്നും ജാമ്യം എടുക്കൂല. അപ്പം 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 അങ്ങനത്തെ റൂൾ ഉണ്ടല്ലോ. അപ്പം എനിക്ക് കൊല്ലാനും കഴിയും, പ്രതികാരം തീർക്കാൻ കഴിയും. അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. പക്ഷെ പോലീസുകാരെ ചെയ്താൽ എടുക്കും. ഇതില്ലല്ലോ, 3 സ്റ്റാറല്ലോ, 5 സ്റ്റാറില്ല, അത്രേ ഉള്ളൂ. ഞാൻ കുറെ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വന്നതാ. ഇവന്റെ പേരെന്താന്നറിയോ? GTA 5 ഫ്രാങ്ക്ലിനില്ലേ, അതിന്റെ ഇതാ ഇരട്ടി ഫ്രാങ്ക്. ചിലവർ ഇന്ത്യൻ സീജെന്നും വിളിക്കും. ഗൈസ്, ഞാനില്ലേ ഇവന്റെ ടാറ്റു കാണിച്ചത്, ഇവന്റെ ബോഡി മസിൽസ്. ഇപ്പൊ ടാറ്റു ഒന്നും ഇല്ലല്ലോ, അത് കണ്ടോ? ടാറ്റു ടാറ്റു. ഇവന്റെ മസില് കണ്ടോ? തൊപ്പി മാറ്റടാ മൊട്ടത്തലേ. ഇവൻ മൊട്ടത്തലയാണെങ്കിൽ ഇവനെ കണ്ടോ? അവന്റെ മസിൽ കണ്ടോ ഗൈസ്? ഇവനെ ജിമ്മൊക്കെ ഉണ്ട് വീട്ടില്. ഇവനെ ഭയങ്കരനാ. എന്നാ പിന്നെ മാസ്ക് ഒക്കെ ഞാൻ മാത്രമേ ഇവിടുന്ന് ഇടുന്നുള്ളൂ. കാരണം ഞാൻ മാത്രമേ, എനിക്കൊരു കൊറോണ പേടിയില്ല. കൊറോണ ആയിട്ടല്ല, ഒരു സ്റ്റൈലത്. ഇവിടെ കൊറോണ എന്ന് പറഞ്ഞ സാധനമില്ല. കണ്ടോ? ജിമ്മ അയച്ചത് എൻ്റെ. ഇതൊക്കെയാണ് ഇവൻ്റെ രഹസ്യം. രഹസ്യമാണിത്. ഞാൻ ഹെൽമെറ്റ് ഇടാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ വീട് നമ്മള് ആളെ കണ്ടുപിടിക്കാൻ പോവുക. എന്റെ കാർ ഷോറൂമിന്റെ അടുത്ത് ആക്കിയതല്ലേ? എന്റെ കാർ ഷോറൂമിന്റെ അടുത്ത്, അതും എന്റെ കാർ ഷോറൂമിന്റെ അടുത്ത് എന്റെ വണ്ടി ഒളിപ്പിച്ചു വെച്ച്. അങ്ങോട്ട് ഞാൻ കണ്ടുപിടിക്കൂല. കണ്ട
ഞാനോടും പോടാ. ഞാൻ ഓടിയിട്ട് എങ്ങോട്ടാ കേറാൻ പോ? നീ നോക്ക് എങ്ങോട്ടാ. അയ്യോ അങ്ങോട്ട് കേറില്ലേ? ഞാൻ സോറി ഞാൻ ചോദിക്കും നിങ്ങള് മോഷ്ടിക്കൂല. എന്റെ ബാക്കിൽ നിന്നപ്പോ തന്നെ ചത്ത്. ഇവന്നെ ഞാൻ ഇട നീ കത്തുന്ന് ഇടിച്ച് കത്തുന്നടാ. കത്തിയാലും എനിക്ക് ഇവനെ കൊന്നേ പറ്റ. അവനെ കൊന്ന് അവൻ ഈ എന്റെ പ്രത്യേകത ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അങ്ങനെയാ. ഞാനൊന്ന് ഗോസ്റ്റ് റൈഡർ ബൈക്കിന്റെ നിറം മാറ്റാൻ പോവാ. ഇനി ഈ ഗോസ്റ്റ് റൈഡർ ബൈക്കല്ല, മെഗാ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ആയിരിക്കും എനിക്ക്. മിക്സ് ആൻഡ് ഗോസ്റ്റ് റൈഡർ മിക്സ് ആൻഡ് കളിപ്പിക്കല്ലേ. Only pink. പിങ്ക് വേണ്ടല്ലേ, മിക്സഡ് കളർ ഓൺലി. ഐ വിൽ ടേക്ക് ഭയങ്കര രസമുണ്ടല്ലോ. വേണ്ട ബ്ലൂ. അയ്യോ എന്നാ കുഴപ്പമില്ല, RGB ആയാലോ. ഇവൻ കുറച്ച് വെറൈറ്റീസ് ആയ. ഇനി രാത്രി വെളിച്ചം വേണ്ട, ഇവൻ മതി. എവിടെ പോയിന്റെ വീട്? ഭയങ്കര ഇഷ്ടം. മേടിച്ചു പോയി ഒരു നിമിഷത്തിൽ. പോടാന്ന് എന്റെ വണ്ടി എന്താ കിടക്കുന്നേ? മിന്നുന്ന കണ്ട നമ്മളെ വണ്ടി. ഇതാണ് നമ്മളെ മിഷന്. വേറെ ഉണ്ട് കുറെ മിഷൻ എന്തെങ്കിലും ചെയ്യാൻ. കാരണം ഇതുകൊണ്ട് കുറെ മിഷൻ ഉണ്ട്. കുറെ ആൾക്കാരെ കൊല്ലേണ്ടി വരും. കാരണം കുറെ ആൾക്കാരെ കൊല്ലേണ്ടി വരും. ഞാനില്ലേ ഡൈനോസറിന്റെ ഏരിയയിൽ പോട്ടെ ഗൈസ്. എന്നിട്ട് വേണം ഡൈനോസറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ. ഞാനില്ലേ ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കുന്ന നല്ലതാ. ഇൻഫിനിറ്റി ഹെൽത്ത് ആഡ്. ഗൈസ് ഇത് അന്നത്തെ അതിൽ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യണമെന്ന്. ആരൊക്കെയാണ് ഈ ആഡ് ഇഷ്ടമില്ലാത്തത്? ആഡ് ഉണ്ടാക്കുന്നോട് പറയാനുള്ള ഇത്ര ആൾക്കാർക്ക് ആഡ് ഇഷ്ടമല്ല. ഞാൻ എന്തായാലും ആഡ് ഉണ്ടാക്കുന്നോട് പറയും ഇത്ര ആൾക്കാർക്ക് ആഡ് ഇഷ്ടമല്ലാന്ന്, പിന്നെ ആഡ് വെക്കണ്ടെന്ന്. പിന്നെ ഒരു തളരും.
അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യമുണ്ട്. വെള്ളത്തിലാ വീണത്. പക്ഷെ എന്തായാലും നമുക്ക് വെള്ളത്തിൽ വീണാലും എവിടെ വീണാലും നമുക്ക് എന്തായാലും ഒന്നും പറ്റൂല. കാരണം നമ്മളെ ഇൻഫിനിറ്റി ഹെൽത്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറ്റൂല. അതാണ് ഞാൻ. അയ്യോ, നമ്മൾ എവിടേക്കോ വീണ് ചാവുക ഗൈസ്. നമ്മൾ ചാവൂലെന്ത്? ഞാൻ ചാവാന്ന് എന്തിനാ പറയും? ആരെന്നെ കൊല്ലാൻ പോകുന്നില്ല കേട്ടോ. എല്ലാരും ഞാൻ കാണാൻ വേണ്ടി സോറി ഗൈസ്, ഞാനില്ലേ कोई बचे ना, जल्दी आओ। गाइस कवर टू कवर खेलो। दो ही बच्चे अरे यार पुश कर मेरे साथ। ഓ, ഇപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്ട്ടോ നോക്കുന്നു. ഇല്ല, മറ്റേതില് നിങ്ങൾ പറഞ്ഞ ആർക്കൊക്കെ ഇഷ്ടമില്ലാത്തതെന്ന് അല്ലെങ്കിൽ ഈ കമന്റിൽ പറയണേ. മറ്റേ കമന്റിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ പറയണേ അവർക്കൊക്കെ ഗെയിം ഈ ആഡ് ഇഷ്ടമില്ലാത്ത. ഞാൻ പറയും ആഡ് ഉണ്ടാക്കുന്നതോട്. ഇത്ര ആൾക്കാർക്ക് ആഡ് ഇഷ്ടമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആഡ് ഉണ്ടാക്കുന്നത്? ഒന്ന് പറഞ്ഞു തരൂ. ആഡ് ഇഷ്ടമില്ലാത്ത എത്ര പാവങ്ങളുണ്ട്. എത്ര പാവമുണ്ട് ആഡ് ഇഷ്ടമില്ലാത്ത. ആഡൊക്കെ എന്തിനാ ആഡ് വരും ഇല്ലേ? അതാണ്ട് ആഡ് വന്നേ. ആഡ് വരുന്ന പറഞ്ഞാൽ ആഡ് വരും എന്തായാലും. ഞാൻ ആഡ് വരൂല നടന്നു പോയിരുന്നു. അപ്പതേ ആഡ് നമ്മളൊറ്റ തെറിച്ചാണ്. അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് എടുക്കാനില്ല അവസ്ഥയാണ്.
മരത്തിലോട്ട്. സ്ഥലത്താണ് മുട്ടുള്ള സ്ഥലത്ത് ചെറിയതുണ്ടാവും. ചെറുതിനെയും കാണാനില്ലല്ലോ. എനിക്ക് തോന്നല്ലേ ചെറുതൊക്കെ പേടിച്ചോടിയെന്ന. കൊല്ലടാ, ഇങ്ങനെ നടക്കാണ്ട് അവനെ ഞാൻ ആദ്യം കൊണ്ടുവരും. വാ 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 വാ, എന്നെ ഞാൻ കൊണ്ടുവരും, വേറെ ഒരാളെയും കൊണ്ടുവരും. വാ വാ വാ, നീ എൻ്റെ നീ എൻ്റെ അടിമയാ. ആരെയും കൊല്ലൂലെങ്കിലും നീ എൻ്റെ അടിമ. പെറ്റ് പെറ്റ് ആരെയും കൊല്ലാത്ത അടിമയാ. ഇവിടെ ഒരു മുട്ടുണ്ട്. മുട്ടുള്ളപ്പോൾ ഉണ്ടാവൂലേ? എവിടെ എത്ര നല്ല വേണമെങ്കിലും ഓടിക്കാം. നീ എൻ്റെ പെറ്റ് പോലെ എനിക്ക്. ഇവിടെ നീ ആരെ വന്നോ കണ്ട ഗൈസ്? ഇവൻ്റെ മകൻ കാണൂലല്ലേ? ഇവനെ കണ്ടെങ്കിൽ റൈനോസറസേ, ഞാൻ റൈനോസറസ് ഇവനെ വിളിക്കാം. ഏതോ ഒരു ഡൈനോസറാ, പക്ഷേ ഇവനെ റൈനോസറസ് വിളിക്കാം. പിന്നെ പേരെന്താന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് പേരൊക്കെ അറിയണം, മെത്തേഡൊക്കെ ഉണ്ട് ഗൂഗിളിലല്ല, ഈ ഗെയിമിൽ തന്നെ. പക്ഷെ നിങ്ങളൊന്നും പറയുന്ന എൻ്റെ സുഖം അത് വേറെ തന്നെയല്ലേ. വേടാ നീ മാത്രം എന്താ ബാക്കി എന്നോട് ഇത് ഈ കളി ചീറ്റായിരിക്കാൻ വേണ്ടി നിർത്തിയതാ ആണോ? ആണോ? ഇവനെ ഈ കാട് ഈ കാടിൽ ആരും കയറാതിരിക്കാൻ വേണ്ടി നിർത്തിയതാ. ബാക്കിയുള്ളവർക്ക് അമ്മേൻ്റെ കല്യാണത്തിന് പോയത്. ഇവനൊക്കെ എവിടുന്ന് ഓടുമായിരുന്നു. കറക്കോനെ വാ വാ വാടാ മോനെ. അങ്ങനെ ഞാൻ ഇവനെ പുറത്തിറക്കി. ഞാൻ പുറകെ വന്നു. ഞാൻ ഇവനെന്ന് കുറച്ച് സാധനങ്ങൾ കാണിക്കും.
ഇതെന്താ സംഭവിച്ചേ? ഒരു നേരം ഞാൻ ഞാൻ ഇറങ്ങിയതാ, എടുത്തു പറഞ്ഞു കാടിലെത്തി. അത്രയും ദൂരം ഞാൻ ഓടിപ്പോണം. അത് ഈ കാട്ടില് ഡൈനോസർ ഉണ്ട്. എനിക്ക് ഇൻഫിനിറ്റി ഹെൽത്തും ഉണ്ട്. ആ ഡൈനോസർ അവിടെ നിൽക്കുകയായിരിക്കും. ആ ഡൈനോസർ ഞെട്ടിപ്പോയിണ്ടാവും. അയ്യോ, ഞാനല്ലല്ലോ ഇവൻ എങ്ങോട്ട് വലിച്ചെറിഞ്ഞത്. പിന്നെ എങ്ങനെയാ ഇവൻ വലിച്ചെറിഞ്ഞത്? ശരിക്കില്ലേ ഇങ്ങനെ കാലിൽ തട്ടിയ അത് പറഞ്ഞു എന്തോ ഒരു ഗ്ലിച്ച് സംഭവിച്ചതാ. വെള്ളത്തിൽ തട്ടിയ കാലിൽ തട്ടിയ അത് ബൈക്ക് പറഞ്ഞു. പിന്നെ വെള്ളത്തിൽ തട്ടിയ നമ്മൾ പറഞ്ഞു. അങ്ങനെയാ. ഓടി ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ഡൈനോസർ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചേ. ഡൈനോസർ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട്. ഡൈനോസർ ഇല്ലേ? ഞാൻ അങ്ങോട്ടേ പറഞ്ഞപ്പോ ഡൈനോസർ ഓടി വന്നു. അവസാനം ഞാൻ ആപ്പും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. കാരണം ഡൈനോസറിനെ അവിടെ ഒന്നും കാണില്ല. ഡൈനോസർ അങ്ങ് ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ ഡൈനോസർ അങ്ങോട്ടേയും പോയോ? നമുക്ക് ഈ നാട് ഒന്ന് ചുറ്റി നോക്കാം. നമ്മളെ പറപ്പിച്ച ബൈക്ക് അവിടെ ഉണ്ട്. ഈ സാധനം തന്നെ അങ്ങോട്ട് പറപ്പിച്ച് വിട്ട് എനിക്ക് തോന്നുന്ന സംശയമുണ്ട്. ഇത് നമ്മളെ പറത്തിയതാണോ എന്ന്. കാരണല്ലേ ഇതിനൊന്നും പറയാൻ കഴിയില്ല. നമ്മളെ കൊല്ലാൻ കഴിയാത്ത ദേഷ്യത്തിന് ഇത് നമ്മളെ ഇത് എടുത്തു വലിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയതായിട്ട് വന്ന വീടാട്ടോ. ഇതൊന്നുമില്ല, കാരണം ഇനി അങ്ങോട്ട് പോകാനും സാധ്യതയില്ല. ഞാൻ ആ ഗെയിമിന്റെ അതിന്റെ പേര് പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താൻ പോവാണ് ഗൈസ്. അതിന്റെ പേരാണ് ചീക്കോഡ് ഫോർ ഇന്ത്യൻ ബൈക്ക് 3D. ചീക്കോഡ് ഓഫ് ഇന്ത്യൻ ബൈക്ക് 3D. ഇങ്ങനത്തെ മുഖമാണ് ഗൈസ്. ഈ ഫോണ് പിടിച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. ഈ ഫോൺ പിടിച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. അതാണ് ഗൈസ്. ഞാൻ എടുത്തു കാണിച്ചു തരാം. ഇതിൽ കുറെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷേൻ്റെ ചീക്കോടും എല്ലാം ഉണ്ട്. ഡാഡി ഇങ്ങനെ ലോഡാവും എന്തായാലും, കാരണം ഇത് ഡാഡി ലോഡാവും. കണ്ടോ, എല്ലാ ചീക്കോഡ്സും ഇതിലുണ്ട്. RGS ടൂളിൽ ഉള്ള സാധനങ്ങൾ വരെ ഇതിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന്ന് എടുക്കാം. ഇതാ കണ്ടോ, എനിക്ക് ഇതിൻ്റെ പേരൊക്കെ ഇത് സ്പൈനോസർസാ. ഇതിൽ JCB ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അപ്പം ഗൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്ക് ചെയ്യണം. ഇനി ആഡിൻ്റെ കാര്യം കമൻറ്റ് ചെയ്യണം. ഇനി വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ശരി, ബൈ ഗൈസ്, ബൈ. ഇന്നത്തെ വീഡിയോ കാണാൻ സാധിക്കണം. നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.